നമ്മൾ തുടങ്ങിട്ടോ ഗ്രോ ബാഗിന്റെ പ്രൊഡക്ഷൻ. ഏതളവിലും കുറഞ്ഞ വിലക്ക് എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരും. അന്നാ നേരെ വണ്ടി പിടിച്ചിട്ട് പോരെ എന്ന് റെഡിയല്ലേ? നമ്മളിത് ഉപയോഗിക്കുമ്പോഴേ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കേട്ടിയാണ് മേടിക്കുക. പ്ലാസ്റ്റിക് കേട്ടി മേടിക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ പകുതിയിൽ താഴെ വില ഇതിന് വരുന്നുള്ളൂ, ഏത് സൈസ് നോക്കിയാലും. തന്നെയല്ല ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, കാണാനും ഭംഗിയുണ്ട്. ഒരു 7 കൊല്ലമൊക്കെ സുഖമായിട്ടിത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മാറി ചിന്തിക്കാന്നേ. അല്ല പിന്നെ അതെ, നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു സാധനം കൊടുക്കുമ്പോഴേ അത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഞാൻ എന്റെ വെയിറ്റ് ഒന്ന് നോക്കാൻ പോവാ. എത്രയാണ് ചമ്പിയ? കുനിഞ്ഞെന്ന വെയിറ്റ് ശരിയാവില്ലെന്ന് പറഞ്ഞ 107 കിലോ ഉണ്ട് കേട്ടോ. നമുക്കേ എല്ലാവരും ഇത് പ്ലാവ് നടാം മാവ് നടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ആ സാധനത്തിന് ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടെന്ന് കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തൊന്ന് കയറി ഇരിക്കാൻ പോവാ. ഞാനിവിടുത്തെ നിക്കടാ ഇരിക്കട്ടെ. ഇത് 2 അടിക്ക് 2 അടി ബാഗാണ്ടോ? ഇത് 220 GSM-ന്റെ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. നോക്കിക്കോ, ഇത് കീറിപ്പോയിട്ടൊന്നുമില്ല, എല്ലാം പഴയതുപോലെ. അത്രേ ഉള്ളൂ, അതാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇത് നിങ്ങൾക്ക് കോയമ്പത്തൂരിനേക്കാളും കുറഞ്ഞ വിലയിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. സാധനം മേടിച്ചോ ധൈര്യമായിട്ട്. നമ്മളെ ഇപ്പം ഗ്രോ ബാഗിന്റെ പ്രൊഡക്ഷനും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ഇമ്പോർട്ടന്റ് മെറ്റീരിയലാണ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ക്വാളിറ്റിയുള്ള മേക്കിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം ഉണ്ടോ 9x9 സൈസാണ്. നല്ല സുന്ദരനായിട്ടില്ലേ? ഞാനല്ല, ഇത് എന്താ വെച്ചാല് ഇപ്പം നമ്മള് ഇതിന്റെ ബോർഡർ സാധാരണ ആളുകൾ തയ്ച്ചൊക്കെയാണ് വിടുന്നത്. ഇത് ബോർഡർ നമ്മളൊരു സ്പെഷ്യൽ മെഷീനിൽ ഉരുക്കി അകത്ത് റോപ്പ് അല്ലെങ്കിൽ കയറാണ്, പ്ലാസ്റ്റിക്കിന്റെ കയറ് ഈ മെറ്റീരിയലിന്റെ കൂടെ ഉരുക്കി ജോയിൻ ചെയ്തിട്ടുള്ളതാണ് സാധനം. ഓക്കെ, ഇത് സാധാരണഗതിയിൽ നിങ്ങൾക്ക് കയ്യിലൊക്കെ കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ മിക്കവാറും ഒരു 99% 2 mm റോപ്പാണ് അകത്തിടുക. ഇത് നമ്മൾ 4 mm റോപ്പാണ് അകത്തിട്ടേക്കണേ. അതായത് നല്ല സ്ട്രെങ്ത് ആയിരിക്കും. ഇനിയിപ്പൊ എന്നാ കാണിച്ചാലും ഒരു രക്ഷയില്ല. ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ പറയും ആന കുത്തിയാ ഊര കുത്തി വീഴുന്ന പറയും, കെട്ടുണ്ടാവും ചിലപ്പോ എന്ന് പറഞ്ഞ പോലെ ബെഡാ സ്ട്രോങ് ആണ്. നേരത്തെ ഞാൻ കയറിയിരുന്ന് ഒരു യാത്ര നടത്തിയത് കണ്ടതല്ലേ, ഓഹോയ് എന്ന് പറഞ്ഞിട്ട്. ഇത് 9x9 സൈസാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സൈസാണ്. നമുക്ക് ചെടി വെക്കാനോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വെക്കാൻ നല്ലതാ. നമുക്ക് എളുപ്പം എടുത്തുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒന്ന് എടുത്തു വെക്കും. വീട്ടിൽ മിക്കവാറും സ്ത്രീകളൊക്കെയാണല്ലോ ഉണ്ടാവുക. അപ്പം എളുപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കണമെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ളൊരു സൈസ് അത്. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സൈസും ഈ 9x9 ആണ്. പിന്നെ അതിന്റെ തൊട്ട് മുകളില് നമുക്ക് 12x9 എന്ന് പറയും. അതായത് ഇതിന് 12 ഇഞ്ച് വ്യാസം. ഓക്കെ, ദെൻ 9 ഇഞ്ച് ഹൈറ്റ്. നമുക്ക് ഇതിനകത്ത് പച്ചക്കറിക്കൊക്കെ നല്ല വെക്കാവുന്ന ഒരു സാധനമാണ്. പിന്നെ മുളകൊക്കെ വെക്കാൻ പറ്റിയൊരു സംഗതിയാണ്. ഇത് 220 GSM ആണ്. ഇത് മാത്രമല്ല, എല്ലാ ഗ്രോ ബാഗ്സും നമ്മൾ ഉണ്ടാക്കുന്നത് 220 GSM ആണ്. നേരത്തെ ഞാൻ കയറിയിരുന്ന യാത്ര ചെയ്ത മെറ്റീരിയലും 220 GSM ആണ്. മാർക്കറ്റിൽ നിങ്ങൾക്ക് 150 GSM ഒക്കെ ആയിരിക്കും, എന്നിട്ട് 200 എന്ന് പറയും. ചിലപ്പം 200 GSM എന്ന് പറഞ്ഞാൽ 200 GSM കാണത്തില്ല. നമ്മളിത് വേറെ എങ്ങനെ വാങ്ങി വിൽക്കുന്നതല്ല, നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ നടത്തി കൊടുക്കുന്നതാണ്. ട്രേഡിംഗ് അല്ല, നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കണ. ഇത് 9x12, അതായത് ഇച്ചിരി വട്ടം കുറഞ്ഞിട്ട് ഉയരം കൂടി 9 ഇഞ്ച് വട്ടവും 12 ഇഞ്ച് ഹൈറ്റും ഉണ്ടാവും. അത് നമുക്ക് ഇപ്പം എന്നാ ചില പ്രത്യേകതരം ചെടികളുണ്ട്. റൂട്ട്സ് കൂടുതലായിട്ട് ഹൈറ്റിൽ വരേണ്ടതായിട്ടുള്ള ചെടികൾ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒക്കെ ഈ ബോൺസായി അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കാൻ ബെസ്റ്റാണ്. ഒപ്പം പച്ചക്കറിക്കും ഒക്കെ നമ്മളുടെ വെക്കുന്ന സാധനത്തിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ?
ഇത് വരുമ്പോ 12x12, അതായത് ഒരടിക്ക് ഒരടി, 12 ഇഞ്ച് വട്ടവും 12 ഇഞ്ച് ഹൈറ്റും. ഇതും വളരെ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കാരണം ഒരുവിധപ്പെട്ട പച്ചക്കറികളൊക്കെ ഇതിനകത്ത് വെക്കാം, ചെടിയാണേലും വെക്കാം. പച്ചക്കറികൾക്ക് ഇപ്പം കുറച്ച് വേരോട്ടം കൂടുതൽ വേണ്ടി വരുന്ന സംഗതികൾക്കൊക്കെ കൂടുതലും മണ്ണും കൊള്ളും. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സൈസിനും നമുക്ക് കൈകാര്യം ചെയ്യാം. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇത് 15x9. 15x9 എന്ന് പറയുമ്പോൾ 15 ഇഞ്ച് വ്യാസവും 9 ഇഞ്ച് ഹൈറ്റും. നമ്മളുടെ പഞ്ചായത്തിന്റെ ഒക്കെ സ്കീമുകളിലൊക്കെ വരുന്നത് ഇതാണ്. പഞ്ചായത്ത് ഇപ്പം ഇത് കാണുമ്പം പഞ്ചായത്തിലൊക്കെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പഞ്ചായത്തില് പ്രത്യേകം പറയുന്നത് 15x9 അല്ലെ ചേട്ടാ? 15x9 അല്ലേ? 15x9 ആണ് പഞ്ചായത്തിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. നമുക്കിപ്പം ഒരു സ്കീമുണ്ട് പഞ്ചായത്തില്, 25 ബാഗ് പച്ചക്കറിയും അതിനുള്ള വളം എല്ലാം കൂട്ടി തയ്യും വെച്ച് വീടുകളിൽ കൊണ്ടുകൊടുക്കുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. അതിന് കൂടുതലായിട്ട് ആളുകൾ ഈ പഞ്ചായത്തുകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് കണ്ടോ, ഇതിന് വട്ടം കൂടുതലാ, അതായത് 18 ഇഞ്ച് വട്ടവും 9 ഇഞ്ച് ഹൈറ്റും. ഇപ്പൊ നമുക്ക് ചീരങ്ങനെ ബഞ്ചായിട്ട് നമ്മൾ വളർത്തുന്ന ഐറ്റം ഒക്കെ ഇല്ലേ, മീൻസ് കൂട്ടമായിട്ട് വളർത്തുന്ന ചീര, പിന്നെ ഒരുമിച്ച് വളർത്തുന്ന മുളകല്ലോ, മല്ലിച്ചെപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പുതിന, ഇതൊക്കെ വളർത്താനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റാ. കണ്ടോ, ഇനി ഉള്ളത് 15x12, അതായത് 12 ഇഞ്ച് വട്ടവും 15 ഇഞ്ച് ഹൈറ്റും. അത് നമുക്ക് കുറച്ചും കൂടെ വലുതാവുന്ന ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറി, വെണ്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാനായിട്ടുള്ള ഒരു നല്ല സംഗതിയാ. ഇവന് 15x15 ഇഞ്ച് വ്യാസവും 15 ഇഞ്ച് ഹൈറ്റും. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ചെടികള്, മീൻസ് ഈ ചെറിയ ചെറിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരു കൺസെന്റ് സ്റ്റേജ് വരെ നമുക്ക് ഇതിനകത്ത് വളർത്താം. ഇത് 18x24, ഒരു ബാരൽ ടൈപ്പ് ആണ്, ഒരു സെമി ബാരൽ ടൈപ്പ് സംഗതിയാണ്ട. എന്നാണ് ഇതിലൊരു കുഴപ്പമില്ല. ഇത് 18 ഇഞ്ച് വ്യാസവും അതുപോലെ ഹൈറ്റ് വരുന്നത് 24, 2 അടി ഹൈറ്റുമാണ് വരുന്നത്. ഇത് നേരത്തെ ഞാൻ പല്ലക്കാക്കിയ സാധനമാണ്. നേരത്തെ എന്നെ തൂക്കിയെടുത്തോണ്ട് പോയ ഐറ്റമാണ് ഈ 24x24. അതായത് നമ്മള് മ്ലാവല്ല, മാവ്, പ്ലാവ്, പിന്നെ അങ്ങനെയുള്ള വലുതാവുന്ന ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഈവൻ കപ്പളം വരെ വെക്കേണ്ടത്, അങ്ങനെ വെക്കാവുന്ന സാധനമാണ്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് സ്ഥലം ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുത്തു മാറ്റിയാലൊന്നും ഒരു കുഴപ്പം വരില്ല. ഇതൊക്കെ ഒരു 7 വർഷം മിനിമം സുഖമായിട്ട് പൊക്കോളും, ഒരു വിഷയമില്ല. പിന്നെ എന്താ വെച്ചാല് കുഞ്ഞന്മാരും ഉണ്ട് കേട്ടോ. ഇതാ ഒരു കുഞ്ഞൻ നമ്മുടെ മേശപ്പുറത്തൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ വല്ല പ്ലാന്റ് ഒക്കെ വെക്കണമെങ്കിൽ 5 ഇഞ്ച് 5 ഇഞ്ച് അത്രേ ഉള്ളൂ. ഒരു കൈപ്പത്തിക്കകത്ത് ഇരിക്കാനുള്ള സാധനമേ ഉള്ളൂ. നല്ല ഭംഗിയായിരിക്കും വയ്ക്കാൻ. കണ്ടാ, ഇനി വേറൊരു ഐറ്റം ട്രയാങ്കിൾ ഗ്രോ ബാഗ് ആണ്. കണ്ടാ, നമ്മുടെ മുറിയുടെയൊക്കെ മൂലയ്ക്ക് നമുക്ക് സ്പേസ് കളയാതിരിക്കാൻ വേണ്ടി ഇവനെ ചെടിയൊക്കെ വെച്ചിട്ട് അങ്ങ് കയറ്റി വെച്ചാൽ മതി. അതിനുള്ളൊരു ഗ്രോ ബാഗ് ട്രയാങ്കിൾ. ഇതുപോലെ നമ്മുടെ കയ്യില് ഒരു 100-ലധികം വെറൈറ്റി സാധനം ഉണ്ട് ഇപ്പൊ നിലവില്. ഇത് കണ്ടോ, ഇത് സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രോ ബാഗ് ആണ് കേട്ടോ. 1 അടി പൊക്കം, 1 അടി വീതി, 2 അടി നീളം. കണ്ടോ, ഏത് ഷേപ്പിലുള്ള സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളിപ്പോ അളവ് പറഞ്ഞാൽ ആ അളവില് ഉണ്ടാക്കി തരും. കേരളത്തിൽ എവിടെയും നമ്മള്, കേരളമല്ല, കേരളത്തിന് പുറത്താണെങ്കിൽ എവിടെയും നമ്മൾ സപ്ലൈ ചെയ്യും. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് ഒരു വിശ്വാസമുള്ള ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഇത് നിങ്ങൾക്ക് തരുവാണ്. ഒരുപാട് ആളുകൾ കൃഷി ചെയ്ത് പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. ഇത് നിങ്ങൾക്ക് കോയമ്പത്തൂരിനേക്കാളും കുറഞ്ഞ വിലയിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്.
അത് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അയച്ചു തരാം. ഇനിയിപ്പോ 200 500 എടുത്താലാണ് ഹോൾസെയിൽ വിലക്ക് തരുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്താലും നമ്മൾ ഹോൾസെയിൽ വിലക്ക് തരും. കാരണം കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കണം, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണം, അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം, കാണുന്നവർക്കൊരു എന്താ പറയാ കണ്ണിനൊരു ഒരു കുളിരുണ്ടാവണം, ഒപ്പം നമ്മളും ആ കൂടെ സൈഡിൽ കൂടെ കഞ്ഞി പിടിച്ച് പോകും വേണം. അത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിടുത്തം വേണമെങ്കിൽ, അല്ലെങ്കിൽ വാറ് അല്ലെങ്കിൽ കാത് എന്നൊക്കെ പറയില്ലേ, ഇതാ ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ചെയ്തു തരാം. കാരണം ചിലപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടാവും, എടുത്ത് മാറ്റി വെക്കാനൊക്കെ. അത് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ആ സ്ട്രെങ്ത്തിൽ കസ്റ്റമൈസ് ചെയ്തു തരാം. ഇത് വെർമി ബെഡ്. നമ്മൾ ഇതിനകത്ത് എന്താന്ന് വെച്ചാല് അടിയിലൂടെ അതിന്റെ വെർമി വാഷ് പോകാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ സൈഡുകളിൽ നമ്മളിത് കണ്ടോ, ഈ വിൻഡോ കണ്ടോ, എയർ പാസിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നാലാണ് ആ കമ്പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മളെങ്ങനെ ഉറപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതായി ഇതിന്റെ അകത്തോട്ട് ഇത് കണ്ടോ, ഇത് പോക്കറ്റാണ്. ഈ ഇപ്പൊ നമ്മള് പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കോ ഇതിനകത്തോടെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ടോ, എല്ലാ ഈ കാണുന്നതെല്ലാം പോക്കറ്റുകളാ. അതിന്റെ അകത്തോടെ നമ്മൾ കമ്പോ സ്റ്റിക്കോ പൈപ്പോ എന്തെങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഷേപ്പില് സ്ക്വയർ ഷേപ്പില് അങ്ങ് നിന്നോളും. അപ്പൊ ഇതും നമ്മൾ ഏത് സൈസിൽ വേണമെങ്കിലും പറഞ്ഞാൽ ആ സൈസിൽ അടിച്ചു വരും. ഓക്കെ, ഇതിന് മൂടി മീൻസ് കവർ ചെയ്യാനായിട്ടുള്ളത് വേണമെങ്കിൽ കവർ ചെയ്യാനുള്ളത് ഇതിന് അല്ലാതെയും ഉണ്ട്. ഇത് അസോള ബെഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ അസോള ബെഡ് ഉണ്ടാക്കി തരാം. ഇതിപ്പം 3 അടി വീതിയും 6 അടി നീളമാണ് ഇതിന് ഉള്ളത്. നമുക്ക് ഏതാണ് നമുക്ക് ആവശ്യമുള്ള സൈസ് എന്ന് വെച്ചാൽ ആ സൈസിൽ ഇടാം. അതുപോലെ തന്നെ ഈ വെള്ളം പോകാനായിട്ട്, ഇപ്പൊ വെള്ളം മഴയൊക്കെ പെയ്ത് എത്തിപ്പോവാണെങ്കിൽ അസോള പുറത്തു പോകാതിരിക്കാനായിട്ട് ഒരു ചെറിയ സംവിധാനം ഇവിടെ ഉണ്ട്, ഒരു നെറ്റ് വെച്ചിട്ട്. അപ്പം അസോള പോവില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ ഗപ്പിനെ വളർത്താനാണെങ്കിൽ ഗപ്പി പോവില്ല. സെയിം ടൈം നമുക്കത് സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതും നമ്മുടെ വെർമി ബെഡ് ചെയ്യുന്ന പോലെ ഇതിന് സൈഡിൽ പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റില് അടുപ്പിച്ച് കമ്പോ പൈപ്പോ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാല് അത് ചുറ്റും കുത്തി കഴിഞ്ഞാൽ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടന്നോളും. നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്യണത് ഒന്ന് മാറ്റി വെക്കണം, മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നൊക്കെ തോന്നിയാൽ വളരെ ഈസിയാണ്. അതൊക്കെ ഊരിയെടുക്കുക, സംഗതി ക്ലീൻ. നമ്മളെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നടത്തില്ല. നിങ്ങൾക്ക് ഇനിയിപ്പം കേരളത്തിന് പുറത്ത് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സാധനം തരിക. ഓക്കെ, എവിടെ വേണമെങ്കിലും കേരളത്തിന് അകത്തോ പുറത്തോ എവിടെയാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സംവിധാനം ചെയ്തു തരാം. നമ്മളെങ്ങൊന്നും വാങ്ങി വിൽക്കുന്നൊന്നുമല്ല, മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ്. ബാക്കി പ്രൊഡക്ഷൻ എല്ലാം ഇവിടെ തന്നെയാണ്. നിങ്ങൾ ഇനി ഗ്രോ ബാഗിന് വേണ്ടി അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടത് ഇങ്ങോട്ട് വന്ന് ഇതേ കാണാൻ പാടില്ല, മല പോലെ കിടക്കണ കാണാൻ പാടില്ല, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കണതാ. അപ്പൊ മറക്കരുത്, ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറി. ഇതിന്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്, നമ്പറുണ്ട്. ഇനിയിപ്പം നമ്പറൊക്കെ മറന്നു പോയാൽ ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ നമ്പറും എല്ലാം വീണ്ടും കിട്ടുകയും ചെയ്യും. അപ്പോ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. ഓക്കെ, താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.